സാർ 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 ഇതറായേ സാർ ഇതറായേ സാർ. റേസിൽ ഓടണ കുതിരയാണെങ്കിൽ ജീവനോടെ വെച്ചേക്കൂ. അതിന്റെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായാൽ പോലും അടുത്ത സെക്കൻഡ് ലൈനെ തട്ടിക്കളയും. അതുപോലെ സാർ ഇവിടെ ഞാനും പാചകം അറിയില്ല എന്നറിഞ്ഞാ അടുത്ത സെക്കൻഡ് ലൈനെ തട്ടിക്കളയും സാർ. ഫോട്ടോ കാണിക്കല്ലേ സാർ? ട്രൈ ചെയ്യാം. ഞാൻ എന്താ സാർ കണ്ണുകെട്ടി ഉറിയടിക്കാൻ പറഞ്ഞോ? ട്രൈ ചെയ്യാനായിട്ട് ഡൽഹിയുടെ ജീവൻ സാറിന്റെ കയ്യിലാണ് സാർ. ശരി, നീ ഒരു കാര്യം ചെയ്. ഇവിടുന്ന് നടന്നൊരു 5 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ബായിയുടെ കടയുണ്ട്. അവിടെ നല്ല ഇടിയപ്പോ മുട്ടക്കറിയും കിട്ടും. അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോയാ ആ മൂത്രപ്പുരക്കുള്ളിലൂടെയാ. അങ്ങനെ മൂക്ക് പൊത്താതെ പോയാ ഒരു സേട്ട് നല്ല ചൂട് ജിലേബി വിൽക്കുന്ന കാണാം. അതും വാങ്ങി അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നു തന്നെ പോയാ ഒരു പയ്യൻ കൊട വെച്ചിട്ട് സ്വീറ്റ് പീഡ വെക്കുന്ന കാണാം. ഇതെല്ലാം ഒരു 5 മിനിറ്റിനുള്ളിൽ വാങ്ങിക്കൊണ്ടുപോവാ. സാർ ഒരു 5 മിനിറ്റ് സമയം തന്നാ പായസം വെച്ച് തരാം സാർ. നിങ്ങൾ പറഞ്ഞതൊക്കെ മുംബൈ ട്രാഫിക്കിന് മേടിച്ചിട്ട് വരാൻ 2.5 ദിവസം പിടിക്കും സാർ. നിങ്ങൾ എന്നെ വെറുതെ കളിയാക്കുവാന്ന് എനിക്ക് മനസ്സിലായി സാർ. മുട്ടക്കറി കഴിച്ച വാ കൊണ്ടാരും ജിലേബി കഴിക്കില്ല. അഥവാ ജിലേബി കഴിച്ചാൽ തന്നെ അതേ വായിലാരും സ്വീറ്റ് ബീഡ വെക്കത്തില്ല. പോട്ടെ, നിങ്ങളുടെ വായല്ലേ, നിങ്ങൾ വെച്ചോ. എന്നാ പോയി വാങ്ങിട്ട് വരാം സാർ.